അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ഈ മഞ്ഞുകാറ്റ് വീശിയ സ്ഥലത്തേക്ക് താമസിക്കാനായി വരുന്ന ഒരു ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, ഒരു മകൻ അടങ്ങിയ ഒരു ചെറിയ ഫാമിലി. ജോർദൻ എന്നാണ് ആ പയ്യന്റെ പേര്. റോജർ എന്നാണ് അവന്റെ അച്ഛന്റെ പേര്. ഈ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജോലി. അവന്റെ അമ്മ ഒരു ഡോക്ടറാണ്. ഇപ്പോൾ അവരുടെ യാത്ര ക്ലെയർ എന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ്. ക്ലെയർ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. അങ്ങനെ അവർ ക്ലെയറിന്റെ വീട്ടിലെത്തി. ക്ലെയറിനെ കണ്ടപ്പോൾ തന്നെ ജോർദാന് അവളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. പക്ഷേ അവൻ ഈ സ്ഥലം ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവന്റെ സുഹൃത്തുക്കളെ വിട്ടുപോകുന്നതിലുള്ള വിഷമവും അവനുണ്ട്. അങ്ങനെ ഇവർ നാലുപേരും ഒന്നിച്ചാണ് താമസം. വന്നതു മുതൽ തന്നെ ക്ലെയറും ജോർദാനും നല്ല കൂട്ടായി. അവൾ അവനെയും കൂട്ടി ആ പ്രദേശം മുഴുവൻ ചുറ്റിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേസമയം റോജർ അയാൾ ആ പ്രദേശം മുഴുവൻ ചുറ്റിക്കാണുകയാണ്. കാലാവസ്ഥയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ പ്രദേശം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത്. അങ്ങനെ ആ പ്രദേശം ചുറ്റിക്കാണുന്നതിന് ഇടയിൽ ഒരു കിളി മരിച്ച് ഐസായി കിടക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഒരുപക്ഷെ ഇന്നലെ ഉണ്ടായ കൊടുങ്കാറ്റിൽ മരിച്ചതാവാം ഈ കിളി എന്ന് അയാൾ കരുതുന്നു. അങ്ങനെ ആ പക്ഷിയും എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് നടന്നപ്പോൾ അവിടെ ഒരു വീട് റോജറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. കിം എന്ന വ്യക്തിയുടെ വീടായിരുന്നു ആ വീട്. അങ്ങനെ റോജർ ആ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയും കിം അങ്ങോട്ട് വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഇക്കഴിഞ്ഞ കൊടുങ്കാറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്തോ ദുരന്തം വരാനുണ്ട്. അതിന്റെ മുന്നറിയിപ്പാണ് ഈ കൊടുങ്കാറ്റ്. ഭൂമിയാകെ നശിച്ചുപോയി. ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല. ഈ രാജ്യം മുഴുവനും വിചാരിക്കണം. ഇതൊരു തണുപ്പുകാലം കൊണ്ടുണ്ടായ കാറ്റല്ല, മറ്റു എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനായി കാലാവസ്ഥാ കേന്ദ്രത്തിലേക്ക് പോകാൻ അവർ തീരുമാനിക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ ഒരു കാലാവസ്ഥാ കേന്ദ്രം കണ്ടിരുന്നില്ലേ? അവിടെ